ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഏത് പ്രാക്ടീസ് ചെയ്താലും നമുക്ക് അടിസ്ഥാനമായിട്ട് വേണ്ട ഒരു കാര്യമുണ്ട്. മനസ്സിൻ്റെ സമാധാനവും ശാന്തിയും സന്തോഷവും ഒക്കെ. നമ്മളെപ്പോഴും പറയില്ലേ, എല്ലാ സ്വപ്നങ്ങളിലേക്കും ചെന്നെത്തേണ്ട പാതയാണ് സമാധാനവും സന്തോഷവും എന്നൊക്കെ പറയുന്നത് അല്ലേ? അപ്പോൾ പലർക്കും ആ ഒരു അവസ്ഥ മനസ്സിനെ നിലനിർത്താൻ സാധിക്കില്ല. കാരണം ഒരുപാട് ജീവിതാനുഭവങ്ങൾ, ഇപ്പോൾ നടക്കുന്ന കാലഘട്ടം, ഇനി വരാൻ പോകുന്നത് എന്താണെന്നുള്ള ഒരു ഉത്കണ്ഠ, ഇതൊക്കെ കാരണം മനസ്സ് നമ്മൾ പറയുന്നത് പോലെ ശാന്തമാക്കി നിലനിർത്താൻ സാധിക്കില്ല. പക്ഷേ അതിനും സാധിക്കും. നമ്മളൊന്ന് നിശ്ചയിക്കണം. പുറമേയുള്ള ഇപ്പൊ എന്നെപ്പോലെ തന്നെ എന്തെങ്കിലും മോട്ടിവേഷനൊക്കെ പറയുന്നവരുടെ ശബ്ദം നിങ്ങളുടെ ചെവി വരെ എത്തുള്ളൂ. അത് നിങ്ങളുടെ ജീവിതമായിട്ട് മാറണം. അത് അതിൻ്റെ ആ ഒരു സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റി അതിൻ്റെ റിസൾട്ട് നേടിയെടുക്കുക എന്നത് നിങ്ങളുടെ കടമ തന്നെയാണ്. ഓക്കെ. അതുകൊണ്ട് മനസ്സിലാക്കുക, പുറമേയുള്ള ശബ്ദത്തിനോ വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ പുറമേ നിൽക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അത് ഉള്ളിൽ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട തന്നെയാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് സാഹചര്യങ്ങളെ, നെഗറ്റീവ് വ്യക്തികളെ നിങ്ങൾ മറന്നേക്കൂ. ഉള്ളിലേക്ക് ആവർത്തിച്ച് ചിന്തിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുക. അത് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാൻസൽ എന്ന സ്വിച്ച് വേർഡ് പറയുക. ക്യാൻസൽ, ക്യാൻസൽ, ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട് ഒരു 3, 4 ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഓക്കെ. എൻ്റെ ജീവിതത്തിൽ സന്തോഷകരമായ ഓരോ നിമിഷങ്ങളും നൽകി അനുഗ്രഹിക്കുന്നതിന് നന്ദി. എനിക്ക് ഈ ഭൂമിയിൽ മനുഷ്യജന്മം നൽകിയതിന് നന്ദി. എൻ്റെ കാഴ്ചശക്തിക്ക് നന്ദി. എൻ്റെ കേൾവി ശക്തിക്ക് നന്ദി. അന്നേരം നാവിൽ വരുന്ന നല്ല അഫർമേഷൻസ് അർത്ഥമറിഞ്ഞു പറയുക. അപ്പോൾ നമ്മുടെ മനസ്സെന്ത് ചെയ്യും? പെട്ടെന്ന് മാറി ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള ചിന്തയിലേക്ക്, ഇനി ഞാൻ എന്ത് എന്ത് കാര്യത്തിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത് എന്നൊരു ചിന്തയിലേക്ക് വരും. അപ്പോൾ നമ്മുടെ മനസ്സ് മെല്ലെ മെല്ലെ ഒറ്റ ദിവസം കൊണ്ട് മാറുമെന്ന് ഞാൻ പറയുന്നില്ല. പതിയെ പതിയെ നമ്മുടെ മനസ്സിനെ ഈ പ്രസൻറ്റിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഓക്കെ. ഈ നമ്മുടെ വേദനിപ്പിച്ച വ്യക്തികളോ സാഹചര്യങ്ങളോ ഒന്നുമല്ല എൻ്റെ ജീവിതം നിശ്ചയിക്കുന്നത്. എൻ്റെ ചിന്തകളും എൻ്റെ കർമ്മങ്ങളുമാണ് എൻ്റെ ഫ്യൂച്ചർ നിശ്ചയിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ജീവിതാനുഭവങ്ങളിലൂടെ തന്നെ മനസ്സിലാകും. ഈ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. വാക്കുകളുടെ അപാരമായ ശേഷിയെ നിങ്ങൾക്ക് മനസ്സിലാക്കും. കേവലം ഒരു വാക്കായിട്ട് അതിനെ കാണരുത്. ഒരു ഒരു അത്ഭുതകരമായിട്ടുള്ള മാറ്റം നിങ്ങളിൽ ഉണ്ടാക്കാൻ ഈ അഫർമേഷനും സ്വിച്ച് വേർഡിനും തീർച്ചയായിട്ടും സാധിക്കും. ഓക്കെ. മനസ്സിൻ്റെ സമാധാനവും സന്തോഷവുമാണ് എല്ലാത്തിനും അടിസ്ഥാനം. അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് ധൈര്യമായിട്ട് വിശ്വാസത്തോടു കൂടി ഉപയോഗിക്കാം. ഓക്കെ. എന്തൊക്കെയാണ് ഈ അഫർമേഷൻ എന്നും സ്വിച്ച് വേർഡ് എന്നും പറഞ്ഞു തരാം. അതിനു മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഓഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. എല്ലാ പ്രാക്ടീസുകളും വിശ്വാസത്തോടു കൂടി ചെയ്ത് മുന്നോട്ട് പോകുക. ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകണം എല്ലാത്തിനും. അപ്പോൾ തീർച്ചയായിട്ടും റിസൾട്ടും അതിനൊപ്പം തന്നെ നമുക്ക് ലഭിക്കും. ക്ഷമയോടെ വിശ്വാസത്തോടെ പ്രാക്ടീസുകൾ ചെയ്ത് മുന്നോട്ട് പോവുക കേട്ടോ. ഇനി ഏതൊക്കെയാണ് അഫർമേഷനെന്നും എങ്ങനെയൊക്കെയാണ് അത് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാം. ഞാൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കി അത് നല്ലോണം ഒന്ന് ഡീപ്പ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ഒരു 3 തവണ നല്ലോണം ശ്വാസം ഉള്ളിലേക്കെടുത്ത് വായിലൂടെ പുറത്തേക്ക് വിട്ടാലും മതി. ഓക്കെ. മൂക്കിലൂടെ ദീർഘമായിട്ടെടുത്ത് ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത ശേഷം വായിലൂടെ പുറത്തേക്ക് വിടുക. അതിനുശേഷം ഞാൻ പറയുന്ന അഫർമേഷൻസ് മനസ്സിൽ പറഞ്ഞ്, ഞാൻ ഓരോ അഫർമേഷനും 3 തവണ പറയുക. ഇത് എഴുതിയെടുത്തിട്ട് അല്ലെങ്കിൽ കേട്ടുകൊണ്ട് നിങ്ങൾ പറയുക. എൻ്റെ മനസ്സ് വളരെയധികം ശാന്തവും സ്വസ്ഥവുമായിരിക്കുന്നു. എൻ്റെ മനസ്സ് വളരെയധികം ശാന്തവും സ്വസ്ഥവുമായിരിക്കുന്നു. എൻ്റെ മനസ്സ് വളരെയധികം ശാന്തവും സ്വസ്ഥവുമായിരിക്കുന്നു. എൻ്റെ മനസ്സിൽ സമാധാനവും ക്ഷമയും സ്നേഹവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ മനസ്സിൽ സമാധാനവും ക്ഷമയും സ്നേഹവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ മനസ്സിൽ സമാധാനവും ക്ഷമയും സ്നേഹവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏതൊരു സാഹചര്യത്തെയും അതിജീവിക്കാൻ തക്കവിധം എൻ്റെ മനസ്സ് ശക്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏതൊരു സാഹചര്യത്തെയും അതിജീവിക്കാൻ തക്കവിധം എൻ്റെ മനസ്സ് ശക്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏതൊരു സാഹചര്യത്തെയും അതിജീവിക്കാൻ തക്കവിധം എൻ്റെ മനസ്സ് ശക്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ ജീവിതമായി മാറിക്കൊണ്ടേയിരിക്കുന്നു. എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ ജീവിതമായി മാറിക്കൊണ്ടേയിരിക്കുന്നു. എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ ജീവിതമായി മാറിക്കൊണ്ടേയിരിക്കുന്നു. എനിക്കെല്ലാ പേരെയും സ്നേഹിക്കാനും ക്ഷമിക്കാനും സാധിക്കുന്നു. എനിക്കെല്ലാ പേരെയും സ്നേഹിക്കാനും ക്ഷമിക്കാനും സാധിക്കുന്നു. എനിക്കെല്ലാ പേരെയും സ്നേഹിക്കാനും ക്ഷമിക്കാനും സാധിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ സന്തോഷവും സമാധാനവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ സന്തോഷവും സമാധാനവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ സമാധാനവും സന്തോഷവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ സ്വപ്ന ജീവിതത്തിലേക്ക് ഞാൻ കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ സ്വപ്ന ജീവിതത്തിലേക്ക് ഞാൻ കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ ജന്മം വളരെ സൗഭാഗ്യം നിറഞ്ഞതാണ്. എൻ്റെ ജന്മം വളരെ സൗഭാഗ്യം നിറഞ്ഞതാണ്. എൻ്റെ ജന്മം വളരെ സൗഭാഗ്യം നിറഞ്ഞതാണ്. എൻ്റെ പേര് വളരെ സൗഭാഗ്യം നിറഞ്ഞതാണ്. എൻ്റെ പേര് വളരെ സൗഭാഗ്യം നിറഞ്ഞതാണ്. എൻ്റെ പേര് വളരെ സൗഭാഗ്യം നിറഞ്ഞതാണ്. എൻ്റെ സ്വപ്ന സാഫല്യത്തിനായി എനിക്ക് ചുറ്റുമുള്ള വ്യക്തികളും സാഹചര്യങ്ങളും മാറിത്തുടങ്ങിയിരിക്കുന്നു. എൻ്റെ സ്വപ്ന സാഫല്യത്തിനായി എനിക്ക് ചുറ്റുമുള്ള വ്യക്തികളും സാഹചര്യങ്ങളും മാറിത്തുടങ്ങിയിരിക്കുന്നു. എൻ്റെ സ്വപ്ന സാഫല്യത്തിനായി എനിക്ക് ചുറ്റുമുള്ള വ്യക്തികളും സാഹചര്യങ്ങളും മാറിത്തുടങ്ങിയിരിക്കുന്നു. ഞാൻ വളരെ ഭാഗ്യശാലിയാണ്. ഞാൻ വളരെ ഭാഗ്യശാലിയാണ്. ഞാൻ വളരെ ഭാഗ്യശാലിയാണ്. ഇത്രയും മനോഹരമായൊരു മനുഷ്യജന്മം എനിക്ക് നൽകിയതിന് നന്ദി. ഇത്രയും മനോഹരമായൊരു മനുഷ്യജന്മം എനിക്ക് നൽകിയതിന് നന്ദി. ഇത്രയും മനോഹരമായൊരു മനുഷ്യജന്മം എനിക്ക് നൽകിയതിന് നന്ദി. താങ്ക് യു യൂണിവേഴ്സ്. ഐ ലവ് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. ഐ ലവ് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. ഐ ലവ് യു യൂണിവേഴ്സ്. ഓക്കെ, ഇത്രയും അഫർമേഷൻ നിങ്ങളെന്നും പറയുക. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വളരെ സന്തോഷത്തോടു കൂടി പറയുക. നിങ്ങൾക്ക് മാറാൻ പറ്റും. നിങ്ങളുടെ മനസ്സ് ഏറ്റവും ശാന്തമായൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കയറി ഇങ്ങനെ ഒരു നിമിഷം പോലും സ്വസ്ഥത കിട്ടുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ ഞാൻ ഈ പറയുന്ന സ്വിച്ച് വേർഡ് നിങ്ങൾ 28 ടൈംസ് എന്നും എഴുതുക. റെസ്റ്റ് നൗ. REST, റെസ്റ്റ് നൗ, NOW. ഇത് നിങ്ങൾ ശരീരത്തിനും അതെ മനസ്സിനും അതെ വിശ്രമം കിട്ടാനായിട്ട്, സമാധാനം കിട്ടാനായിട്ട്, സ്വസ്ഥത കിട്ടാനായിട്ട് നിങ്ങൾ ആ ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ പറഞ്ഞുകൊണ്ട് എഴുതുക കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന് സമാധാനവും ശാന്തതയും ലഭിക്കാൻ സഹായിക്കുന്ന മറ്റൊരു സ്വിച്ച് വേർഡാണ് ഗോൾഡൻ സൺറൈസ് ബിഗിൻസ് നൗ. ഗോൾഡൻ സൺറൈസ് ബിഗിൻസ് നൗ. ഗോൾഡൻ സൺറൈസ് ബിഗിൻസ് നൗ. ഓക്കെ, ഇത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ശാന്തതയോടുകൂടി സമാധാനത്തോടു കൂടി പറയുക. തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടും. മൊത്തത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഒരു സമാധാനവും സന്തോഷവും ശാന്തതയും ലഭിക്കാനായിട്ട് ഗോൾഡൻ സൺറൈസ് ബിഗിൻസ് നൗ പറയുക. ഓക്കെ, ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും വളരെ വളരെ ഹാപ്പിനെസ് ഉണ്ടല്ലോ, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ലൈഫിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന സ്വിച്ച് വേർഡാണ് റെയിൻബോ. ജീവിതം കളർഫുൾ, മൈൻഡ് ആൻഡ് ബോഡി വളരെ കളർഫുൾ എന്നല്ല, വളരെ നമുക്ക് എൻജോയ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മൈൻഡിനെയും ശരീരത്തിനെയും എത്തിക്കാൻ സഹായിക്കുന്ന സ്വിച്ച് വേർഡാണ് റെയിൻബോ. RAINBOW, റെയിൻബോ. ഓക്കെ, ഇനി അമിതമായിട്ടുള്ള എന്തെങ്കിലും സ്ട്രെസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് നിങ്ങൾക്ക് മുൻപ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബ്ലഫാണ് അതിനുള്ള സ്വിച്ച് വേർഡ്. പേടി മാറാനും ഇനി എന്താകും എൻ്റെ ലൈഫ് എന്താകും അങ്ങനെയൊക്കെ എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ആ പേടി വന്ന ഉടൻ തന്നെ ക്യാൻസൽ പറഞ്ഞിട്ട് ബ്ലഫ് എന്ന് പറയുക. പേടിയും ഒക്കെ മാറിയിട്ട് നിങ്ങളുടെ മനസ്സിന് ധൈര്യം കിട്ടാനും സമാധാനവും ശാന്തിയും ഒക്കെ കിട്ടാനും സഹായിക്കും. ഇപ്പോൾ മനസ്സിലായാലും റെസ്റ്റ് നൗ എന്ന് പറഞ്ഞാൽ അമിതമായ ചിന്തകൾ, ശരീരത്തിന് വിശ്രമമില്ലായ്മ, ഇതൊക്കെ മാറാനായിട്ട് റെസ്റ്റ് നൗ.
ഓക്കെ. ഗോൾഡൻ സൺറൈസ് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ആ സമാധാനവും ശാന്തിയും സന്തോഷവും നിലനിൽക്കാൻ. റെയിൻബോ കുറേ കൂടെ ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു സന്തോഷം, ഒരു ജോയ്, ഹാപ്പിനെസ് എന്നൊരു മൈൻഡിലേക്ക് വരാനായിട്ട് റെയിൻബോ. ഓക്കെ. ഇനി അമിതമായിട്ട് എന്തിനെങ്കിലും ഭാവിയെക്കുറിച്ചിട്ടോ എന്തിനെങ്കിലും കുറിച്ചിട്ടോ പേടിയുണ്ട്, വരാൻ പോകുന്ന സാഹചര്യത്തെക്കുറിച്ചിട്ടോ എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ ക്യാൻസൽ പറഞ്ഞിട്ട് ബ്ലഫ് 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 എന്ന് പറയുക. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയെടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഒരാഴ്ച വിശ്വാസത്തോടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും, തീർച്ചയായിട്ടും അത്ഭുതകരമായിട്ട് റിസൾട്ട് ഉണ്ടാകും, ഉറപ്പാണ് ആ കാര്യം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏതെങ്കിലും ക്ലാസ്സിൽ ചേരണം താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ വോയിസ് മെസ്സേജ് അയയ്ക്കുക. അതുപോലെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇനി ഞാൻ കൊടുക്കുന്ന ക്ലാസ്സുകൾ 21 ഡേയ്സ് ക്ലാസ് കൊടുക്കുന്നുണ്ട്, സൂം വഴിയാണ്. അതുപോലെ പേഴ്സണൽ സിറ്റിംഗ് കൊടുക്കുന്നുണ്ട്. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് പേഴ്സണൽ സിറ്റിംഗ് ഉണ്ട്. വാട്സപ്പ് ക്ലാസ്സുകളും ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് അയയ്ക്കുക കേട്ടോ. വരുന്ന ഈ മാർച്ച് മാസം പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 21 അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൽ ചേരണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ മെസ്സേജ് അയയ്ക്കുക കേട്ടോ. ഓക്കെ. എന്തായിരുന്നാലും ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ മാത്രം പോരാ, പ്രാക്ടീസ് ചെയ്ത് റിസൾട്ട് നേടിയെടുക്കണം. നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും സമാധാനമാക്കി നിലനിർത്തിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്വപ്നങ്ങളൊക്കെ, അതാണ് നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള പാത. ഓക്കെ. അവിടെ എത്തിച്ചേരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അപ്പോൾ പ്രാക്ടീസൊക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ.